ഹായ് രോൺ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ കുറച്ച് ദിവസമല്ല ഒരു മാസമായി കാണും. ഒരു മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ്യയിലുള്ള 3 വർഷത്തെ വർക്ക് പെർമിറ്റിനെ കുറിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ എൻട്രി 3 വർഷത്തെ റഷ്യയിലുള്ള വർക്ക് പെർമിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 3 വർഷത്തെ വർക്ക് പെർമിറ്റിൻ്റെ ഒരു റിയാലിറ്റി എന്താണ്, അതുപോലെ തന്നെ അത് 2,50,000 രൂപക്കാണല്ലോ ബ്രോ പറഞ്ഞത്, അത് 2,50,000 രൂപക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2,50,000 രൂപേൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ അഡീഷണൽ ചാർജ് എത്ര വരുന്നത്, അതൊക്കെ കൂട്ടിയിട്ടൊരു എമൗണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിലും കുറച്ച് വളരെ ചെറിയ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വർക്ക് പെർമിറ്റിൽ വരാൻ പറ്റും എന്നുള്ളതാണ്. അഡീഷണൽ ചാർജ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു റേറ്റാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ആഗീസ്, എൻ്റെ പേര് ജാസ്. കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. റഷ്യയിലുള്ള 3 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു റേറ്റാണ് ഇന്നത്തെ ഈ വീട്ടിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2,50,000 രൂപ റഷ്യയിലേക്ക് വരാൻ പറ്റും ബ്രോ, അത് എന്താണ്, അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2,50,000 രൂപ, അതായത് അതിൽ നമുക്ക് വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കോൺട്രാക്റ്റ്, വർക്ക് ഇൻവിറ്റേഷൻ, നമ്മളിവിടെ ഡോക്യുമെൻറ്റ് സബ്മിഷൻ ചെയ്യുന്ന സബ്മിഷൻ പേപ്പർ, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് 3 ഡോക്യുമെൻറ്റ്സാണ് മെയിനായിട്ട് ഈ 2,50,000 രൂപക്ക് വരുന്നത്. ഈ 2,50,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമ്പനിയിൽ നിന്നുള്ള ഡയറക്റ്റ് ഇൻവിറ്റേഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺട്രാക്ട് പേപ്പറും ഒക്കെയാണ് ഈ കമ്പനി നിങ്ങൾക്ക് അതായത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആയിട്ട് റഷ്യയിലേക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഈ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ പേപ്പർ കിട്ടിയത് കൊണ്ട് മാത്രം നമുക്ക് റഷ്യയിൽ വരാൻ പറ്റും എന്നുള്ളത് കൺഫേമാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാലും കുറച്ച് പരിപാടികൾ, കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2,50,000 രൂപയിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേപ്പറിനെ കുറിച്ച് മാത്രമാണ്. ഈ 3 പേപ്പർ നമുക്ക് തരാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റഷ്യയിൽ വരാൻ പറ്റും ഈ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അതായത് ഈ പേപ്പർ കിട്ടിയതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഈ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ട്. അതായത് നമുക്ക് ഈ 3 വർഷത്തെ ഈ കോൺട്രാക്ട് പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് VFSൽ പോയിട്ട് വിസ സ്റ്റാമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിസ നമുക്ക് സ്റ്റാമ്പ് ചെയ്യുന്നത് ഓൺലി VFS ത്രൂ മാത്രമാണ് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 വർഷത്തെ വർക്ക് കോൺട്രാക്റ്റിൽ അപ്പോൾ ഈ VFS ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു എമൗണ്ടാണ്. അതായത് ഒരു 30,000 രൂപേൻ്റെ അകത്തൊക്കെ വരുന്നുള്ളൂ VFS ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ VFS ചാർജ് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ റഷ്യയിലേക്ക് വരേണ്ട ഒരു കാര്യങ്ങളാണുള്ളത്. പിന്നെ റഷ്യയിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെഡിക്കൽ ചെയ്യണം, പിന്നെ നമ്മൾ പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്യണം, ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്ത് ഇവിടെ ഒരു മെഡിക്കൽ കിട്ടുന്നവരെ താമസിക്കണം, അതുപോലെ തന്നെ അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻ വേണം. പിന്നെ നമുക്ക് ഇതിന് ശേഷം ഒരു ഗ്രീൻ കാർഡ്, നമുക്കിവിടെ റെസിഡൻസ് കാർഡ് നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ റെസിഡൻസ് കാർഡ് വേണം. അപ്പോൾ ഇത് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു 3 വർഷത്തെ വർക്ക് പെർമിറ്റ് നമുക്ക് ലീഗലായിട്ട് കിട്ടുക എന്നുള്ളത് ഉള്ള ഒരു നമുക്ക് ലീഗലായി കിട്ടിയെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഡീഷണൽ ചാർജ് എല്ലാം കൂടിയിട്ട് ഞാൻ വീഡിയോ ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. കാരണം ഇന്നൊരു ഓണം കൂടിയാണ്. എല്ലാവർക്കും മറന്നുപോയി, ഫസ്റ്റിനെ ഒരു വിഷു ഹാപ്പി ഓണം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഓക്കെ, എന്തായാലും ഈ പേപ്പർ കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എമൗണ്ട് വരുന്നുള്ളൂ. അതായത് വലിയൊരു എമൗണ്ട് ഒന്നും വരുന്നില്ല, ചെറിയൊരു എമൗണ്ട് പറഞ്ഞാൽ ഒരു 60,000 70,000 നമ്മളെ ചിലവ് വരുന്നത് ഇതൊക്കെ കൂടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഈ 3 വർഷത്തെ വർക്ക് പെർമിറ്റിൽ എല്ലാ അഡീഷണൽ ചാർജും ജോബും എല്ലാം ഇൻക്ലൂഡായിട്ട് ടിക്കറ്റ് അടക്കം നമ്മുടെ നാട്ടിലെ ടിക്കറ്റ് എല്ലാം ഇൻക്ലൂഡായിട്ട് 3,80,000 രൂപക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് പേര് 4,50,000, 4,40,000, 5 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്കൊരു 3,80 ഉണ്ടെങ്കിൽ കറക്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ റഷ്യയിൽ വരാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വിളിക്കാം, ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു 3.8 വരുന്നുള്ളൂ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ചിലവ് എല്ലാം കൂട്ടിയിട്ട് ഒരു ജോലി കിട്ടുന്നവരെ.
അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം നല്ല രീതിയിൽ ആളുകളെ കയ്യിൽ നിന്ന് ഒരുപാട് 5 ലക്ഷം രൂപ, 4,50,000 രൂപ, 4 ലക്ഷത്തിൽ കൂടുതലൊക്കെ പൈസ വാങ്ങിച്ചിട്ട് പല ആൾക്കാരെയും ഇങ്ങോട്ട് റഷ്യയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഒരു ഫോറിനകത്തൊക്കെ നമ്മളെ റേറ്റ് വരത്തുള്ളൂ. എന്ത് വന്നാലും എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മളെ ഒരു ഫോറിനകത്തൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫൈ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ വിളിക്കാം, ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് എല്ലാവരും ഓണമല്ലേ, അപ്പോൾ എന്തായാലും ഓണമെല്ലാം എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും ഗുഡ് ബൈ. പുതിയൊരു വീഡിയോ കാണുന്നവരെ.